യേശയ്യാ 53 പറഞ്ഞു, കണ്ടാൽ അവന് രൂപഗുണം ഇല്ല. ഉടനെ നമ്മളില്ലാതെ രൂപഗുണം ഇല്ലാത്തത്. എന്നാൽ നേരെ വെളിപ്പാട് വിഷയത്തിലേക്ക് പറയുന്നു, മാർത്ത് കൊണ്ട് ചേർക്കുക, എന്നോടൊരു സദൃശമായ അനുഭവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെ വർണ്ണിക്കും യേശു? എങ്ങനെ വലിച്ചൊഴിക്കും? ഇത് നമുക്കൊന്ന് താഴ്ന്നു ചിന്തിച്ചു നോക്കിയാൽ ഈ കർത്താവിനെ പലപ്പോഴും ഞാൻ കാണിക്കുട്ടികളെ കാക്കി വെച്ചിട്ട് എന്റെ ഇഷ്ടത്തിൽ ഞാൻ നടക്കുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും വചനം നീക്കി വെച്ചിട്ട് വചനത്തിന് കഴിയില്ല എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നില്ല. ഉൽപ്പത്തിയുള്ള വെളിപ്പാടുകൾ നോക്കിയാൽ ഈ കർത്താവിന് കഴിയാത്തതായി എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ചെങ്കടലേക്ക് വിഭാജിക്കും, ചെങ്കടലേക്ക് വിഭാജിക്കണം. എന്റെ കർത്താവിന് കഴിയുന്ന ഒരുപാട് ഒരുപാടുള്ള നമ്മുടെ ചെറിയ വിഷയങ്ങൾ എപ്പോഴും നമ്മൾ ആകെ വിളിക്കും. നമുക്കൊന്ന് ബലപ്പെടാം. വിഷയം 1-ാം അധ്യായം യെശയ്യാ 9 അതിന്റെ 1 മുതൽ വായിച്ചാൽ എന്നാൽ കഷ്ടതയിൽ ഇരുന്ന ദേശത്തിന് തീരം നിൽക്കയില്ല. ആമേൻ. തിരുവനന്തപുരം ചെയ്താൽ ഒരു പാടം മുടക്കുകയും കൂടി കാഴ്ച മുടക്കുക. ഓപ്പറേഷൻ ദൈവത്തെ കാണാൻ പറ്റാതെ കൊണ്ടാണ് ഒരു ദേശം മുഴുവൻ ഇരുട്ടിൽ എന്ന് എഴുതിയിരിക്കുന്നത്. 9-ാം അധ്യായം. ലോകം മുഴുവൻ ഇരുട്ടിലാണ്. ഈ കൊറോണ സമയത്തിൽ പാട്ടിങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ഭക്തന്മാരെ കുറിച്ച് അല്ലെങ്കിൽ പാട്ട് പാടി അവർക്ക് ഇഷ്ടപ്പെട്ടു. ലോകം മുഴുവൻ സന്തോഷം പൊങ്ങാൻ ഈ വിളിച്ചില്ല. കർത്താവിനെ വിളിച്ചത് വിഴി തുറക്കേണ്ടത് ദൈവം. വിഴി തുറന്നത് അവൻ തന്നെ. കവാടം തുറന്നത് അവൻ തന്നെ. സമയം വിശ്വസിക്കണം. സ്വർഗമുണ്ട്. ആമേൻ. എനിക്കൊരു ദൈവമുണ്ട്. ആമേൻ. സത്യം വിശ്വസിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ മാറുണ്ടോ? കഷ്ടതയിൽ ഇരുന്ന ദേശത്തിന് കഷ്ടതയിൽ ഇരിക്കുന്ന നമുക്ക് ഇടി തീരമില്ല. എത്ര വിശ്വസിക്കും? ഹൃദയത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ചുമ്മാ കൈമുട്ടിയെ കൂട്ടാന്ന് ഞാൻ പറയുക. ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. ഞാൻ കഷ്ടത്തിലാണെങ്കിൽ ഈ കഷ്ടത്തിൽ നിന്ന് തന്നെ വിടുവിക്കുന്ന ഒരു ദൈവം. ഇവിടെ പറയുന്നത് എനിക്ക് ദൈവത്തെ കാണാൻ പറ്റാതെ ഒരു തിമിരം ബാധിച്ചു. ആ തിമിരം ഇതുവരെ മാറ്റിയില്ലേ? ഹല്ലേലൂയ. ഗബ്രിയേൽ വരികയല്ല, മിഖായേൽ വരികയല്ല. ദൈവം തന്നെ പേരച്ചൊല്ലി വിളിച്ചു. എന്റെ വേദനകളെ അടിപ്പിനാൽ സൗഖ്യം വരിക. ഹല്ലേലൂയ. തിമിരം ഇനി നിൽക്കത്തില്ല. അങ്ങോട്ട് പറയും. ലേശം ഇരുട്ടുണ്ടായിരുന്നു, അതൊക്കെ മാറിപ്പോയി. ഹല്ലേലൂയ. ഇബ്രാഹിം പുസ്തകം 4-ാം അധ്യായത്തിൽ പറയുന്നു, ധൈര്യത്തോടെ സിദ്ധാണ്. ആമേൻ. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായത്തിൽ പറയുന്നു, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് വന്ന് പാപത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് വന്ന് പാപത്തെ കുറിച്ചും, ഹല്ലേലൂയ,
നമ്മൾ പരിശുദ്ധാത്മ വരുമ്പോ ഇപ്പൊ കാണുന്നതല്ല തുള്ളലാണ്. അയാളെ ഈ മറിഞ്ഞ് ആകെ കസേരകളൊക്കെ അട്ടിച്ച് മറിച്ച് പോകുമ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന സാമാന്യ ജനത്തിന് തോന്നും എനിക്കോട് ഇരട്ടിപ്പ് കർഷകമാണോ ഇറക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വ്യാപാരങ്ങൾ. ഇനി അടുത്ത കാലത്ത് വീഡിയോ ദേവദാസനെ പരിഹസിക്കാതെ നിങ്ങളാരും പ്രകാശിക്കാൻ വേണ്ടി പറയുക. ആ മനുഷ്യൻ നമ്മൾ കാര്യമുണ്ട്. ഇനി പ്രാർത്ഥിക്കുക. 10-30 യുവാക്കൾ കയറിയാലും പോയില്ല. അഭിഷേകം ആ മനുഷ്യരുടെ പ്രാർത്ഥിക്കാതെ പാപിച്ച പെണ്ണുങ്ങളെ ഇവകളൊക്കെ പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് വേണ്ടി ആദ്യമേ ഇവിടെ വിവേചനം ഇടതാല്പര്യമാണ് പ്രശ്നമാണ്. വീടിന് കുഴപ്പമില്ല, വീടിനെ ശക്തമായതുകൊണ്ട് അടുത്ത ദിവസം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിട്ടും. അതുകൊണ്ട് ഭാഗ്യ വെച്ചാൽ അവരാണ് വീടുകളിലേക്ക് ഓടി തീറ്റ വെച്ചിട്ട് പോയിക്കൊണ്ടിരിക്കും പോലെ പോകുന്നു. മറ്റൊരു കേരള കുഞ്ഞിന്റെ പെണ്ണ് നടക്കുക. ഇതൊന്നും നല്ല ആത്മാവിന്റെ ഇടപെടൽ. പരിശുദ്ധാത്മാവത്തിന്റെ ഉള്ളിൽ വന്നാൽ പാപത്തെ കുറിച്ച് ഇടതടവില്ലാതെ ഇടപെടും. നീതിയെ കുറിച്ച് സംസാരിക്കും. ബോധ്യം വരും. പാപം ചെയ്ത് ഞങ്ങൾ നടത്തുമ്പോൾ പറയും. പിന്നീട് ഒരു സ്വരം ആര് വിളിച്ചുകൊണ്ട് നമ്മുടെ വിചാരം ആരും കണ്ടില്ലെന്നാണ്. ചെയ്ത സകല പ്രവൃത്തികൾ കണ്ടു. അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ സൗമ്യതയോടെ പറയുമ്പോൾ മനസ്സിലാകാത്തതോടെ ഇരിക്കുമ്പോ ഇടിവെട്ടും പോലെ ഏതെങ്കിലും പ്രവാചകം ദൈവിക്കും. നമ്മൾ ചെക്കോസ്ലോവാക്യയ്ക്ക് വേണ്ടി പലപ്പോഴായിട്ടുള്ള ഇതാണ് അല്ല. സ്വർഗത്തിൽ പോകാതെ അടച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ തുറന്നു തരുന്നു. ഇങ്ങനെ തന്നെ പറയും. 12-ാം മാസം 12-ാം തീയതി രാത്രി 12 മണിക്ക് എപ്പോഴും നമ്മെ ക്രിസ്തുവാക്കി തീർക്കുക എന്നതാണ് ഈ നോക്കുന്നത്. നിങ്ങൾ ഓർത്തു നോക്കണം, ദൈവത്തെ പോലെയാകുക. നിങ്ങളുടെ പിതാവ് പരിപൂർണ്ണൻ ആയിരിക്കുന്നത് പോലെ. ഇത് ഏതെങ്കിലും അപ്പോസ്തലൻ പറഞ്ഞാൽ ആരും ഒരു അപ്പോസ്തലനും ഒരു പ്രവാചകനും പറഞ്ഞതല്ല. യേശു തന്നെ പറയുകയാണ്, പിതാവായവൻ തന്നെ പറയുകയാണ്, പുത്രനായവൻ തന്നെ പറയുകയാണ്, ദൈവമായ തന്നെ പറയുക, നിങ്ങളുടെ പിതാവ് ഞാൻ പൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണ്ണരായിരിക്കും. ഹല്ലേലൂയ. എനിക്ക് കളറില്ല, എനിക്ക് കൈയില്ല, എനിക്ക് കാലില്ല, ഇതൊന്നുമല്ല. അടുത്ത മനുഷ്യൻ പൂർണ്ണതയുള്ളവരാകട്ടെ. ആത്മാവ് സഭയോട് പറയുന്നത് ശരീരത്തെ സ്വയം വിരിച്ച് കുറ്റപ്പെടുത്തി നിരാശപ്പെടുത്തി ജീവിതം തകർക്കരുത്. എന്നെ വിളിച്ച കർത്താവ് എത്ര വിശ്വസിക്കുന്നു. ചില കണ്ണുകളിൽ പാട്ട് കിട്ടുകയില്ലാതെ ഈ ബോഡിക്കാണ് ഈച്ച തട്ടിയെടുക്കാൻ കഴിയുന്നില്ല. ആ വ്യക്തി അവിടെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പാട്ട് നമ്മൾ വിശ്വസിക്കുന്നത്. ആശ്വാസമില്ല ഈ പാട്ട് നമ്മൾ എപ്പോഴും കേൾക്കണം. ഭരണദൂതമെന്ന് ആ പാട്ട് വയ്ക്കരുത്. ഭരണദൂതങ്ങളാണ് കർത്താവിന്റെ കയ്യിൽ പാടിയുള്ള കേൾക്കുന്നത്. കർത്താവിന്റെ കയ്യിൽ അടുത്ത വരികളൊക്കെ പാടി തോന്നിച്ചാണ്.
ഹല്ലേലൂയ. ഇതൊന്ന് വലിയ എഴുതി തുടങ്ങി പറഞ്ഞാണെങ്കിൽ അകത്തെ ആത്മാവ് ചലിച്ചിട്ടുള്ള വേഴ്സുകളൊക്കെ മാറിപ്പോയി. അവൻ എന്നോട് പറയുന്നു, ജനം പറയണം, വിശ്വസിച്ചവർ പറയണം, സ്നാനപ്പെട്ടത് പുതിയതാണെന്ന് കരുതരുത്. വീണ്ടും ജനനം പ്രാപിച്ചവർ പറയണം, എന്റെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ വസിപ്പാൻ യോഗ്യമായ രീതിയിൽ എന്നെ മെനയുകയാകുന്നു. ഞാൻ ഈ അടുത്ത ദിവസം കാഴ്ച മുന്നോട്ടപ്പോ ഞാൻ ഈ അടുത്ത ദിവസം ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. കർത്താവ് എത്ര വർണ്ണങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, എത്ര മനോഹരമാണ് ഈ ശാപങ്ങളുള്ളത്, ഇതിനൊരു കളറല്ല, ഇതിനൊരു കളറല്ല. അപ്പൊ ഇത് പറയാനാണ് ദോഷമുള്ളതാണ്, അപ്പൊ ഇഷ്ടമുള്ള കഥ ലൈറ്റാണ്. അപ്പൊ ഓരോരുത്തരും ഓരോ കളറുകളാണ്. പഞ്ചിക്ക് പ്രശ്നമുണ്ട്, ബ്ലഡിന് പ്രശ്നമുണ്ട്. ഇത് സംഭാഷണം കഴിയുന്നു. അപ്പൊ ഇതിനെ ചിന്തിക്കുന്ന പോവുകയാണ്. ദൈവത്തിന്റെ സൃഷ്ടികളിലൊക്കെ വ്യത്യസ്ത കളർ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇതിനകത്തുള്ള ലെൻസ് അവൻ മുഖം തിരിച്ചറിയുന്നത് എത്ര ഈ മൃഗങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പോൾ ചിലത് വർണ്ണങ്ങൾ അറിയാൻ പറ്റത്തില്ല. കൊച്ചു കുഞ്ഞ് ജനിച്ചിട്ട് എത്രയോ ദിവസം 3 ദിവസം, 1 മാസം, 3 കാണുള്ളൂ. എന്തായാലും വർണ്ണങ്ങൾ തിരിച്ചറിയാൻ പറ്റത്തില്ല എന്നല്ല, ഒറ്റ കാഴ്ച കാണത്തില്ല. പക്ഷെ ഇങ്ങനെ നോക്കുക, എത്ര വർണ്ണങ്ങൾ നമ്മുടെ കാഴ്ചക്കകത്ത് നമ്മുടെ മനുഷ്യ ഇതിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നു. എന്നിട്ട് പറയുന്നത് തിരികെ മറ്റൊരു ഭാഗത്ത് പറയാമോ, ഇത് മറക്കരുത്. അടിക്കുന്നോട് ഞങ്ങളോട് പറയാ, എന്റെ യേശു പരിപൂർണനായിരിക്കുന്നത് പോലെ ഞാനും പരിപൂർണനാകും. എപ്പോഴും തോന്നില്ല. ഇത് മരിച്ചു കഴിയുമ്പോഴാണ് അങ്ങ് പോകുന്നത് വിചാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പാട്ട് വല്ലപ്പോഴും കേൾക്കണം. അന്നേരം കൈകാര്യം പോകുന്നത് അങ്ങനെയാണല്ലേ. വിദ്യയെ കുറിച്ച് അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഈ വേദപുസ്തകത്തിന്റെ ഒരു ഗുണം പറയാമോ, ഏറ്റവും ചെറിയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കും. സയൻസ് ആർക്ക് സയൻസ് ചിന്തിക്കുന്നു. പിന്നെ പണത്തെ കുറിച്ചുള്ള അറിവിനെ തോന്നാൻ മതി. ഒരുപാട് തോറ്റുപോയ പണക്കാരെ ഇതിനകത്ത് കാണാം. പിന്നെ മ്ലേച്ഛ പ്രവൃത്തികൾ വീണ്ടും പോലെ കാണാം. അത് കാരണം ആസ്വദിക്കുന്നില്ല. നാം ദൈവത്തിൽ അത് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് മ്ലേച്ഛത എന്താണെന്ന്, സെക്സ് എന്താണെന്ന് രണ്ടാമത്തെ പുസ്തകങ്ങളുള്ള ഇത് കുറച്ചുകൂടി ഡീപ്പാണ്. ഇനി നിങ്ങൾ നോക്ക്, വെളിപ്പാട് പുസ്തകത്തിൽ പറയുകയാണ്, ഞാൻ ജയിച്ച് പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നത് പോലെ ഞാൻ ഇരിക്കുന്ന ഇടത്ത് എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വിശ്വസിക്കുന്ന ചെയ്യാറിയായിരിക്കും. ചെറിയ ചെറിയ വിഷയങ്ങളുടെ മേൽ പോലും നമ്മൾ ക്രിസ്തുവിൽ യേശുവേ നമ്മുടെ ഫോക്കസ് ചെയ്യണം. ദൈവമായിട്ട് നല്ലൊരു ബന്ധത്തിലേക്ക് സംഭവമാകട്ടെ. നമ്മുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. ഈ ജീവിതത്തിൽ വെറുതെ വായിക്കാൻ വേണ്ടി വിശ്വസിക്കുകയല്ല. ഇതിനകത്ത് തെളിയിക്കുന്ന വചനം അങ്ങനെ തന്നെ വിശ്വസിക്കാൻ സാധ്യമാണ്. പോലെ അവന് അനാസക്തി പോയിപ്പെട്ടോ, സങ്കടം തോന്നോ, നിരാശ തോന്നോ, യേശുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റോ? ആ കരുത്തിലേക്ക് ഒന്നുകൂടെ ജീവിതത്തിൽ പിടിച്ചൂടെ? വേറൊക്കെ പാടി ഈ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് കണ്ടോട്ടെ.
ഈ മറിയ സഹോദരി കാലെ പിടിച്ച് ചുംബിച്ച് കർത്താവിന്റെ കാലിൽ എണ്ണപൂശി കണ്ണുനീരോട് കുറച്ച് കണ്ണുനീരൊടുക്കി മുടിയോട് കുറച്ച് ഇതെല്ലാം ചെയ്യുമ്പോൾ ഇത്ര പുരുഷാരക്കാരെന്നറിയാം. എത്ര സ്ത്രീകൾ വേറില്ല. ജനസിംഹ ഭാഗം കണ്ടു കരയാൻ മാത്രമല്ല, ഓ എന്റെ കുട്ടിയെ മുഴകൾ നല്ലത്, എന്റെ അമ്മ കൊള്ളാം, ഉദരം കൊള്ളാം. അവളൊന്നും പറഞ്ഞില്ല. പോയി കാലെ കടന്നവൾ കാലെ കെട്ടി പിടിച്ചു. ശീമോന് ഇഷ്ടപ്പെട്ടില്ല, യേശു ഇഷ്ടപ്പെട്ടു. ഹല്ലേലൂയ, ആമേൻ. ഇന്നൊരു വാക്കിന്റെ അമ്മയെ പോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടം. ഓ കളക്ഷൻ അമ്മ പോകും, കളക്ഷൻ അമ്മ പോകും. ദൈവത്തെ മനുഷ്യർ മോഴയോട് കിടത്തിയിരിക്കുമ്പോ 6 മണിലേക്ക് കൊണ്ടുവയ്ക്കാൻ പോകുമ്പോ അവിടെ സംഭാഷണങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒരു പറയും നിത്യതയും ശരിയാട്ടോ. മരണത്തിലാണോ ചിന്തിക്കാനാണോ എഴുതിയില്ല, കൺഫ്യൂഷനാണ്. ദൈവത്തിൽ നമുക്കൊരു ഉറപ്പുണ്ടാകണം. ഒന്ന്, ഇവിടെയും അവിടെയും എനിക്കൊരു സീറ്റുണ്ട്. ഇവിടെ ദൈവസഭയ്ക്കകത്തും വേറെ കൂട്ടമുണ്ട്. സ്നാനപ്പെട്ട് കഴിഞ്ഞാലും ക്രമമില്ല. സ്നാനപ്പെട്ട് കഴിഞ്ഞാലും പിന്നെയും അഭിഷിക്തരല്ലാത്തവരുടെ മുമ്പിൽ പോയി നാക്കിനെങ്കിൽ നോട്ടമില്ല പോകും. ഓസ്തി കാണുമ്പോ ഒരു ചെറിയൊരു ചാലങ്ങൾ ഓസ്തിയിൽ വാഴുന്ന ദൈവമേത ഓസ്തികൾ ദൈവമായാണ്. ഹല്ലേലൂയ. അത് കാണുമ്പോ പാരമ്പര്യങ്ങളെ വിട്ടുകളയുക പ്രശ്നമാണ്. മനുഷ്യ ഇവിടെ മാത്രം നീ നല്ലവരാകാൻ ശ്രമിച്ചാൽ നല്ലവരാകത്തുമില്ല, അവിടെ കൊള്ളത്തുമില്ല. ദൈവത്തെ അങ്ങനെ തന്നെ പഠിക്കുക. കർത്താവച്ചൻ കൽപ്പനയെ വളർത്തി തിരിച്ചു നോക്കാൻ ഓടിപ്പിടിച്ച് വരൽ കൊണ്ടാടുമ്പോ അതിന്റെ പേര് ആത്മാവുള്ളവൻ ചെവികൊണ്ട് വയ്ക്കരുത്, തല കൊണ്ട് വയ്ക്കരുത്, നാമം കൊണ്ട് വയ്ക്കരുത്. പരിശുദ്ധാത്മാവ് സഹായിക്കുന്നവരുണ്ടോ? മുടി എന്താണെന്ന് ഞാൻ നോക്കിയിട്ടുണ്ട്. നീ പോകുന്നു. ആമേൻ. എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കാൻ ഡിജെ സംഭവങ്ങൾ ചെയ്യുന്നത്. അപ്പൊ കൊട്ടും വീളൊക്കെ എന്തിനോട് ശ്രദ്ധിച്ചു നോക്ക്. ഈ കൊട്ടും മേളവും ഇല്ലെങ്കിൽ ഇവരെങ്ങനെ തുള്ളും? എങ്ങനെ തുള്ളും? തുള്ളി മറിയുന്നവർ പാട്ടിന്റെ ഓർഗനിന്റെ ഇതൊന്നും ഇല്ലെങ്കിൽ അത്രയും കൂടുതലൊന്നും വെളിപ്പെടുകയാണ്. പാട്ടുകാർക്ക് നമുക്കൊരു ധരം കയറുകയാണ്. പിന്നെ കൈയടിച്ചൊക്കെ പാടുമ്പോ നമ്മുടെ ഉള്ളിൽ നിന്ന് കണ്ണുനീരത്തെ വരും. ദൈവം ആരാധ്യമെന്നൊക്കെ പറയുമ്പോ, ആരാധ്യനായ യേശു എന്നൊക്കെ പറയുമ്പോ ആത്മാവിൽ സാന്നിധ്യം ദർശിച്ചവന്റെ ഉള്ളിൽ നിന്ന് സ്നേഹം ഉള്ളു. വേദനയുടെ കണ്ണുനീരല്ലത്. ആ കണ്ണുനീർ അകത്തു നിന്ന് സ്നേഹത്തിന്റെ കണ്ണുനീരാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്ന യേശു എന്ന് പറയുമ്പോ മുമ്പിൽ നിന്ന് വെളിപ്പെടുമ്പോ നമ്മൾ ആ പറയുന്നതായിരുന്നു അതിലേക്ക് കഴിഞ്ഞ കാലങ്ങൾ തന്നെ വചനത്തിൽ കൂടി പറയുമ്പോ ഈ മാസ്റ്റർ പറഞ്ഞു യേശുവിന്റെ സ്ത്രീ വലിയ വിലയൊന്നും കൊടുക്കണ്ട. ദൈവത്തിന്റെ തിരുവിളിച്ച് പറയുന്നു, നിന്റെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നീ പരിപൂർണനായിരിക്കും. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 3-ാം അധ്യായത്തിൽ സാത്താൻ ഈ ഹവ്വയോട് പറയുന്ന കാര്യമുണ്ട്, പഴക്കുന്ന ദൈവത്തെ പോലെയാണ്. ഈ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ ദൈവത്തെ കണ്ടുകൊണ്ടിരുന്നവളാണ്. ആ വീട്ടിനകത്ത് ആ തോട്ടത്തിനകത്ത് കർത്താവ് അടുത്തൊക്കെ കണ്ടുകൊണ്ടിരുന്നവൾ ദൈവത്തിന്റെ സാന്നിധ്യത്തെ അറിഞ്ഞുകൊണ്ടിരുന്നവൾക്ക് അവര് വിശ്വാസം കൊടുത്തു, ദൈവത്തെ പോലെയാണ്. അത് അവൾ സ്വീകരിച്ചു. അപ്പോൾ തിരികെ ദൈവത്തെ അവിശ്വസിക്കരുത്, ദൈവം പറയുന്നതിനെ അവിശ്വസിക്കരുത്. ഇപ്പൊ ചില വെളിപ്പാടുകളെ വായിച്ച് ജ്ഞാനിയാണെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഓർമ്മ വരുന്നതും ഇപ്പോൾ ആത്മാവ് തരുന്നതും മാത്രമാണ് സംസാരിക്കുന്നത്. ഇതെല്ലാം ജീവിക്കുന്നത് എവിടെ എനിക്കറിയത്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് വീടിന്റെ ജനത്തിന്റെ ഹൃദയങ്ങളെ കൊണ്ട് സംസാരിക്കും, ജനത്തോട് ഇടപെടും. സ്വന്തം വേണം നരകം വേണം ഡിസിഷൻ ഇവിടെ എടുക്കേണ്ട. ഇതൊരു പരീക്ഷണശാലയാണ്. കർത്താവിന്റെ കോട്ടം കേട്ടുകൊണ്ട് തവളയെ കുടിക്കുന്നത് പോലെയൊക്കെ വചനം കൊണ്ട് ഇടയ്ക്ക് കർത്താവ് പ്രവാചകന്മാരയക്കും.
അപ്പോസ്തലന്മാരെ അയക്കും, സുവിശേഷകരെ അയക്കും, ഇടയന്മാരെ കുറിച്ച് സംസാരിക്കും. എലീശ കാര്യം പറഞ്ഞതുപോലെ എലീശ ഇതൊക്കെ പറയുമ്പോ അപ്പുറത്ത് അശ്വര രാജ്യത്ത് ഒരു ചർച്ച നടക്കുകയാണ്. നമ്മൾ ഒന്നും ചെയ്തിട്ട് കാര്യമാണ്. ഇവിടെ നമ്മളെ ഉച്ചക്കൊടുക്കുന്ന ആലോചിക്കുന്നത് അയച്ചിട്ടുള്ളത് ഉണ്ടോ ഉണ്ടോ നമുക്കൊരു ചലിക്കണം. ഇങ്ങനെ ഒരു ചർച്ച പോയി ശരിയാൻ പോയിട്ട് കൊണ്ടുപോയതാണ്. അവിടെ കുറെ മെഴുകുന്നതിനും പാരമ്പര്യം സംസാരം ഇന്ന് തൊണ്ടയിലുള്ളതല്ലാതെ ചിരിക്കുന്നുണ്ടോ കരയുന്നുണ്ടോ? കുത്തി നോക്കിയ ജീവനുള്ളതറിയാം. പാട്ടിട്ടറിയില്ലേ അവൻ അജനുമായി കാണുന്നതിൽ കേട്ടോ എന്റെ തൊണ്ടോ. ഈ അശൂര് അവിടെ ഒരു ചർച്ച നടക്കുകയാണ്. ഏതാ ഇവിടെ ആരോഗ്യങ്ങളെ ഒച്ചി കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് ആലപ്പുഴ റെഡിയാക്കുമ്പോ അവിടെ രാജാവ് അതോട് വേറെ ഒരു പറഞ്ഞു. അപ്പോഴാണ് ഒരു ബുദ്ധിയുടെ നാവിൽ ആത്മാവ് കയറിട്ട് പറയുന്നത്. ആ ബുദ്ധി പറയുന്നു, ഇവിടെ കിടക്കയിൽ കൊണ്ട് ചിന്തിക്കുന്ന കാര്യം അവിടെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ദൈവമുണ്ടാകും. ഇവിടെ പറയുന്ന കാര്യങ്ങൾ അവിടെ അച്ഛന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ദൂതരുണ്ടാകും. അവരുടെ പേര് എലീശ എന്നാണ്. അതൊരു ദൈവപുരുഷനാണ്, ഒരു പ്രവാചകനാണെന്ന് ഒക്കെ പറയും. ദൈവങ്ങളുടെ ഹൃദയ രഹസ്യങ്ങൾ വിളിച്ചു പറയുമ്പോ സ്വർഗം രേഖപ്പെടുത്തി ഓർത്തു വേണം. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ഭാവബോധം തരും. ഭാവബോധം തരുമ്പോ പുറമോട്ട് തിരിഞ്ഞു നോക്കരുത്. എന്നെക്കുറിച്ചാണ് നോക്കുന്നത്. ഇത് നിനക്കുള്ളതാണ്. ഇല്ല, നിന്നോട് തന്നെ ഈ പറയണേ. ഇതെങ്ങനെ വരുന്നു നോക്കണ്ട. ആത്മാവ് സഭയിൽ സംസാരിക്കും. ദൈവം അപ്പോയിന്റ്മെന്റ് ചെയ്തവർ സംസാരിക്കും. നിങ്ങൾ നശിച്ചു പോകുവാൻ നിങ്ങളുടെ പിതാവ് ആഗ്രഹിക്കുന്നില്ല. വിശ്വസിക്കുന്നുണ്ടോ? നമുക്ക് ഈ പിടികൾ പോലെ വായു നാപ്പുള്ളത് കൊണ്ട് പോകുന്നതും വേണ്ട. ഞാൻ ഒന്നാമത് മരിച്ചാൽ മതി. ആ ജീവിതം തീർക്കും. ഞാൻ ശ്രദ്ധിച്ചത് പോവുകയല്ല. ഇത് കേൾക്കുമ്പോൾ ചിലർ മൂച്ചുള്ളൂ. സീമ വരെ സ്വന്തത്തിൽ പോകാത്ത എന്തിനാ നടക്കുന്ന കാര്യം ഇതിൽ എത്രയാണ് പോകുന്നത്? എന്നാൽ ചുമ്മാ പറയുക ഞാൻ പേഴ്സ് ദൈവത്തിന് പോലും മാറ്റാൻ പറ്റുന്നത് ചെയ്ത് വേണ്ടേ? ദൈവമായ ദൈവത്തിൽ നിങ്ങളായാലും പറഞ്ഞിട്ട് ബാക്കി ആയിരം നാട്ടുകാർക്ക് വന്നിട്ട് ഉപദേശങ്ങൾ തട്ടിക്കളയുന്നത്. എന്ന് നീക്കുമ്പോൾ കുന്തും സംസാരിക്കുന്നത് കീഴടങ്ങുന്ന ഹൃദയം നമുക്ക് വേണം. ഞാൻ ദൈവസഭയിൽ കീഴടങ്ങിപ്പോളാം. ദൈവത്തിന്റെ കൊണ്ട് അന്യാസം കൈയേൽപ്പിക്കും. ഉണ്ടാക്കണം. ദൈവത്തിന് നേരിട്ട് വിളിച്ചാൽ മതി. ചിലർക്ക് അങ്ങനെയുണ്ട്. വിളിക്കാനും വേണ്ട, ഞാൻ നേരിട്ട് വിളിച്ചോളാം. അങ്ങനെ ഒരു വ്യവസ്ഥയില്ല. യേശു മറ്റുകൂട്ടുകാർ വിലപ്പെട്ടപ്പോ നല്ല നല്ല യോസഫിന്റെ കയ്യിലിട്ടു. യോസഫും മറിയയും കൂടെ 30 വയസ്സിന്റെ വളർത്തി. നമ്മുടെ ദൈവത്തിന്റെ പ്രകാശം നശിക്കുക. ഈ പൗലോസ് ഇങ്ങനൊരു ഭാവമാണെന്ന് അറിയാത്തതുകൊണ്ട് പൗലോസിനെ കണ്ണടച്ച് തിവരെ കൊടുത്തിട്ട് നേരത്തെ കുറിച്ചോണ്ടല്ലേ നടക്കുന്നത്. പൗലോസ് തിരിച്ചു നടക്കുക. അനന്യാസത്തെ 3 വർഷം അനന്യാസത്തെ കയറ്റി. ഈ ഓർമ്മ ഉണ്ടാകും. എന്നുവെച്ചാൽ ആദ്യത്തെ വിമർശിച്ചല്ല. ആ ഓർമ്മ എവിടേക്ക് വരുന്നെങ്കിൽ ഓടിയില്ല. കർത്താവ് പറയുന്നവരെ അവിടെയാണ് 3 വർഷം കൊണ്ട് അനന്യാസത്തെ കൈക്കുകയും പഠിച്ചു. ദൈവമക്കളെ എപ്പോഴും അവിടെ പറയുന്ന വാക്കുകൾ നിന്റെ പിതാവ് പൂർണ്ണനല്ലാത്ത ദൈവത്തിന്റെ ക്വാളിറ്റി പാലിക്കാത്ത ആർക്കും പ്രവേശിക്കാൻ പറ്റത്തില്ല. ഈ മാംസത്തിന് വിലയുണ്ടാവും, ഈ ശരീരത്തിന് വിലയുണ്ടാവും. ഞാൻ ഒരിക്കലും കുറിച്ച് 12-13 വയസ്സുള്ള എന്റെ ഫ്രണ്ടിന് അനിയൻ വിളിച്ചു. ആരും പറഞ്ഞ് വിഷമിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോ ഒരു റിപ്പോർട്ട് കിട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കോടി കൊടുത്തില്ല. മെഡിക്കൽ കോളേജ് കിട്ടുന്നു. മെഡിക്കൽ കോളേജ് കിട്ടുന്നത് അവനെ ഹോസ്പിറ്റലിൽ അങ്ങനെ മരിച്ചു.
ബോഡി ഏറ്റുവാങ്ങാനായിട്ട് ഞാനും വേറെ 2 സുഹൃത്തുക്കളും ഇതിന്റെ പുള്ളിമാരുടെ മനസ്സിലാക്കി ഞങ്ങൾ ബോഡി വാങ്ങാനായിട്ട് അവിടെ പെട്ടി വേണമെന്ന് കുട്ടിയെ കൊടുത്തിട്ടുണ്ടോ ഈ പോസ്റ്റ്മോർട്ടം മുറിയിൽ നിന്ന് വിറച്ചു കിട്ടില്ലാതെ വരുന്നത് പോലെ ഒരു ഡോക്ടർ വന്നു വരിക. ഞങ്ങളുടെ ഇവിടെ ചെല്ലുന്ന ബ്ലഡ് ഇറച്ചികളെ പശുവിനെ വെട്ടിട്ട് വരുന്ന ഇറച്ചിക്കാറുണ്ട്. കയ്യോടെ നീരുന്ന ടേബിളിൽ നിന്നോട്ട് അറിയാം കെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ പേടിച്ചില്ല. എല്ലാ കീഴ് കുറിച്ചിട്ട് ഈ ശരീരത്തെ കീഴ് കുറിച്ച് കോടികൾ സമ്പാദിക്കുന്ന ലോകം. ഓരോന്നിനും വിഭാഗങ്ങൾ മാറി 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 മുമ്പോട്ടുന്നു തലമുടിക്കുന്നു ചൊറച്ചിൽക്കുന്നു മാറി കോടികൾ കൊയ്തെടുക്കുന്ന ഒരു സാമ്രാജ്യമാണ് ഈ സൈന്യത്തെ വിട്ടുനിൽക്കുന്ന അഭിനയിച്ചതാണ്. എന്നാൽ എന്റെ ഈ സ്വന്തമാക്കി പറഞ്ഞു, എന്റെ കായങ്ങളാൽ അടിപ്പിടലാൽ നിങ്ങൾക്ക് സൗഖ്യം. ഒറ്റവാക്കി പറഞ്ഞു, നിന്റെ പാപങ്ങളെ ഞാൻ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ, നിന്റെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ ഞാൻ കയറി. എന്റെ അടിപ്പിടലിനാൽ നിങ്ങൾ സൗഖ്യം പ്രാപിച്ചു ഇരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ആയിശാ അത് വിളിച്ച കിട്ടിയ ആരും പറയുന്നില്ല. അങ്ങനെ കിട്ടുമെന്ന് പറയുക പറയും. ഇതൊരു പാപം ചെയ്ത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ഞാനത് പോയിക്കോളാം. അടുത്ത ദിവസം പാപം ചെയ്യാൻ ലൈസൻസ് കിട്ടുന്നു. ഇന്നത്തെ സമൂഹം സൈക്കോടുകളെ അവഗണിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. ഗുരുക്കച്ചുപോലെ കയറി വരും. പ്രതികൂലങ്ങൾ കയറി വരുമ്പോ കരയുമ്പോ പ്രാർത്ഥനയ്ക്കൊന്നും കിട്ടാവുന്നില്ല. നമ്മളെ പ്രാർത്ഥിക്കേണ്ടതാണ്. എന്റെ അടുത്ത് തുടങ്ങി അപ്പുറത്ത് വേറെ സമയമില്ല, അവർക്ക് സമയമില്ല. അപ്പുറത്ത് എവിടെ നോക്കിയാലും കാക്കത്തുള്ളായ സഭകളുണ്ട്. വാസുവിക്ക് ആരെങ്കിലും ഒരു ആട് കിട്ടിക്കൂടാതെ അപ്പോഴാണ് കരഞ്ഞുകൊണ്ട് രക്ഷിക്കപ്പെട്ടതാണ്. 12 വർഷമായി അവർ പ്രശ്നങ്ങളുടെ പ്രശ്നപരിഹാരത്തിനാണ്. ഇത് ഈ പാസ്വേഡ് വളരെ പ്രാർത്ഥന അങ്ങനെ ഗുണപ്പെടുക. കാരണം അറിയാമോ, കർത്താവ് കൈനീട്ടിയപ്പോൾ തിരസിച്ച കക്ഷിയായിരുന്നു. അതിന് ഈശായെപ്പോലുള്ള പ്രവാചകന്മാര് തന്നെ വരണം. മാനസാന്തരപ്പെടാൻ മാനസാന്തരപ്പെടുക, വീണ്ടാൻ പറഞ്ഞാൽ മിണ്ടുകയല്ല, അനുസരിക്കാൻ പറഞ്ഞ ഈ ഭൂതങ്ങൾ കണ്ടില്ലേ തിരിച്ചു പറയാൻ കഴിയുമെന്ന് പറയത്തില്ല. ഇത്തിരി എന്നാലും ഒന്ന് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്നാ പിന്നെന്താ കുഴപ്പം? നമ്മൾ രേഖപ്പെടുത്തുന്ന കാണിക്കല്ലേ. കർത്താവ് മൂർഖന്റെ മുമ്പിൽ പോയി ആദിക്കുന്നില്ല, നല്ല മനുഷ്യനെ ഇരിക്കാനാണ്. മൂർഖന്റെ മുമ്പിൽ പോയി അപ്പൊ കർത്താവിന്റെ വചനത്തിന് മുമ്പിൽ എങ്ങനെ ഇരിക്കണം? എന്ത് ദോഷമുള്ള കാര്യങ്ങൾ പറയാം. അതുകൊണ്ട് തന്നെ സ്നേഹിക്കണം. ഇതിന്റെ പറഞ്ഞു ഞാൻ ആളുകളൊക്കെ സ്നേഹിക്കുന്നില്ല. സ്നേഹമില്ലാതെ ആ സ്നേഹത്തിന് വേറെ പ്രതിഫലമില്ല. നിന്റെ സഹോദരനോട് നീ സത്യം സംസാരിക്കണം. 15 ശ്രദ്ധിക്കുന്നത് വായിച്ചിട്ട് ആർക്കും ചേർന്നേ കൂടാതിൽ കയറി കുഴപ്പമില്ലല്ലോ. പോകുക സത്യമാണ്. ഇത് നമ്മൾ കള്ളം പറയുന്ന അറിയുന്നതുകൊണ്ടാണ് കർത്താവ് ഈ പറഞ്ഞത് സത്യമാണോ എന്നുള്ള ചോദ്യം വരാതിരിക്കാൻ കർത്താവ് തന്നെ പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളുടെ ശ്രദ്ധിച്ചു നോക്കിയോ? 4 സുവിശേഷത്തിൽ എത്ര ഭാഗമുള്ള കർത്താവ് പറയണം. മറ്റേതൊക്കെ യഹോവയായ എന്റെ അരുളപ്പാട്. ഇത് കൽപ്പനയാണ്. മനുഷ്യപുത്രനെ വെളിപ്പെട്ടപ്പോൾ യോഗ്യതയില്ലെന്ന് തോന്നി അവരുടെ മുമ്പിൽ നിന്ന് പറയുക, കള്ളം പറയാണെന്ന് പറയുന്നത് സത്യം, കള്ളം പറയാമെന്ന് പറയുന്നത് സത്യം, സത്യം കള്ളം പറയാമെന്ന് പറയുന്നത് സത്യം, സത്യമാണ്. 4 സുവിശേഷങ്ങളിൽ യേശു വെളിപ്പെടുത്തിയ എല്ലാം സത്യം.
ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് ചില കാര്യങ്ങൾ കേട്ടിട്ട് ഒന്ന് ആഴ്ചയിലേക്ക് കൊണ്ടുപോയപ്പോ സത്യത്തിന് ഭയം സന്തോഷം തോന്നി. ഹല്ലേലൂയ. എല്ലാം കൊടുക്കാൻ പരിസരമില്ല. നിങ്ങള് വീട്ടിൽ പോയിട്ട് മത്തായിയുടെ സുവിശേഷം 5, 6, 7 35 പ്രാവശ്യം വായിക്കണം. ഒരു ദിവസം കൊണ്ട് വായിക്കുന്നത് തീർത്തില്ല, പല ദിവസങ്ങളിലായി വായിക്കണം. ഒന്നാമത്തെ വാക്യം വെച്ച് നിർത്തിക്കളയുന്നത് 2, 3, 4 ഡെഫിനിഷൻസ്. ആദ്യത്തെ 6 വാക്യങ്ങളുടെ ഡെഫിനിഷൻസ് കാണുന്നതാണ്. ഇത് പറഞ്ഞത് മത്തായിയല്ല, ഇത് പറഞ്ഞത് ലൂക്കോസ് അല്ല, ഇത് പറഞ്ഞത് മാർക്കോസ് അല്ല, യോഹന്നനല്ല, അപ്പോസ്തലന്മാരല്ല, പ്രവാചകന്മാരല്ല, സാക്ഷാൽ ദൈവം തന്നെ. ആമേൻ. ഇവിടെ വീണ്ടും പറയുന്നു, നിങ്ങളുടെ പേര് കൊണ്ട് നാട്ടിലും കൊണ്ടാട്ടെ എല്ലാം ഇതുകൊണ്ട് വേണ്ടാതെ വിളിച്ചു വരുത്തി ഇതിന് അനുഗ്രഹവും ശാപവുമിന്റെ അനുഗ്രഹവും ശാപവും നാവിന്റെ ഉണ്ട്. ഒരു കണക്ക് ശരിയാണെന്ന് അറിയുന്നില്ല. 151 കെമിസ്ട്രി എത്ര കൂടുതലുണ്ട്? എത്ര സമയത്ത് കുട്ടിയാണ് കെമിസ്ട്രി എത്ര കുട്ടികളുണ്ട്? എത്ര ഏകദേശം കുട്ടിയാണ് ടീച്ചർമാരെ ശാസ്ത്രജ്ഞ അതെനിക്ക് 153 അമ്മ നടത്തില്ല. ഇപ്പോഴും എന്നോട് ചോദിക്കുകയാണ്, സോറി ഞാൻ തോന്നുന്നു ഒരു കാര്യം പറയാം. 120 കിട്ടാം. നിങ്ങള് കണ്ടുപിടിച്ചോട്ടെ, ഈ ബോഡി ക്രിയേറ്റിയിരിക്കുന്നത് 120 മൂലകങ്ങളോടാണ്. സോഡിയില്ലേ, ഇതിനകത്ത് ഉപ്പില്ലേ, രസമില്ലേ, ദഹിപ്പിക്കുന്ന അഗ്നിയില്ലേ. നിങ്ങൾക്ക് ചിലപ്പോൾ പൊടിച്ചു തട്ടുന്ന പൊടിച്ചു ചൂടാൻ അതിവിടെ ഈതി വഴി കയറി വരുന്നു. കത്തുവോ? ഉണ്ടപ്പിടി കത്തുവോ? പൊള്ളൽ പോലെ തോന്നില്ലേ? ഈ പൊള്ളൽ ഇവിടെ പ്രശ്നമില്ല. അത്ര പേര് രസം ഇടക്കുള്ള കളിപ്പ് എല്ലാം ധരിപ്പിക്കുന്നു. ഇല്ല അപ്പ ഒരുപാട് രസം. അമ്മേ, ഈ കർത്താവിനോടാണ് ഞാൻ പുഴുത്തുപോയത്. ഇല്ല വിശിപ്പിയെ പറ്റിയ കാഴ്ചകളുണ്ടാവല്ലേ തരണം. അതിന് ഒരുപാട് റിസോർട്ടാണ്. ചിലർ അങ്ങനെയുണ്ട്. ഞാൻ അസത്യത്തിൽ പോകുന്നത് ഞാൻ ഭാഗം പറഞ്ഞ കുട്ടിയാണ്. നാളോട്ട് ഭാഗം ചെയ്യുന്നത് അത് അങ്ങനെ അത് രേഖപ്പെടുത്തും. നിങ്ങൾ വിശ്വസിച്ചാൽ എനിക്ക് ഒരു കാര്യം പറയാം, എനിക്ക് ചില അറിവ് പറയാം. ദൈവം കള്ളനാണോ? ദൈവം സത്യവാനല്ലേ? ആദത്തെ സ്നേഹിച്ച ദൈവം, ഹവ്വയെ സ്നേഹിച്ച ദൈവം യൂദായെയും സ്നേഹിച്ചു. വിശ്വസിക്കുന്നു. നീക്ക് കൂടുതൽ സമയത്ത് യൂദായെ കാണില്ല. യൂദായുടെ സ്ഥിതി ശൂന്യമായിരിക്കും. ഇതുപോലെയുണ്ട്, യൂദാമാരെ കാണാനില്ല. അപ്പൊ യൂദായുടെ സ്ഥിതി 11 വരെ നീതിയിൽ നടത്തുന്നു. അപ്പൊ യൂദ എവിടെ പോണെന്ന് അറിയാമോ? മഹാപുരോഹിതന്മാരുടെ പൈസക്കാരുടെ കൂട്ടം കൂടി അവിടെ നിൽക്കുകയാണ്. കണക്ക് പൈസ കൊടുക്കുന്നതല്ലേ. ഈ പൈസ കൊണ്ട് സുരക്ഷിതം ചെയ്യാനാണ് യൂദായ ഇഷ്ടം. ഞാൻ പറഞ്ഞതെന്നറിയാം. കള്ളമെങ്കിൽ ദൈവം സ്നേഹിച്ചു. 2, യൂദ പറഞ്ഞതിനെ ദൈവം വിശ്വസിച്ചു. കള്ളമാണ് പറയുന്നത്. ദൈവത്തിന്റെ ക്വാളിറ്റിയാണ് വിശ്വസിക്കുക എന്നത്. ദൈവത്തിന്റെ ക്വാളിറ്റിയാണ് നശിക്കരുത് എന്നുള്ള ആഗ്രഹം. ദൈവത്തിന്റെ ക്വാളിറ്റിയാണ് ഒരു ദുഷ്ടൻ അവന്റെ അകൃത്യത്തിൽ മരിക്കരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. വായിക്കാം. രഹസ്യങ്ങളുടെ വിശുദ്ധമുള്ള പക്ഷിയായി വായിച്ചത് ഈ ചുരുളൊക്കെ പറഞ്ഞു വചനമാണ്. അവൻ
മനുഷ്യപുത്രാ, നീ ഇസ്രായേലിന്റെ അടുക്കൽ ചെന്ന് എന്റെ വചനങ്ങളെ അവരോട് പ്രസ്താവിക്കുക. അഭ്യർത്ഥവാക്കം കനത്ത നാവുമുള്ള ജാതിയുടെ അടുക്കലല്ല, ഇസ്രായേൽ ഗോത്രത്തിന്റെ അടുക്കലത്രേ നിന്നെ അയക്കുന്നത്. അഭ്യർത്ഥവാക്കം കനത്ത നാവുമുള്ളവരാണ്. നിനക്ക് വാക്ക് തിരിച്ചുവിടാത്ത അനേകം ജാതികളുടെ അടുക്കലല്ല, അവരുടെ അടുക്കൽ ഞാൻ നിന്നെ അയച്ചെങ്കിൽ അവർ നിന്റെ വാക്ക് കേൾക്കുമായിരുന്നു. എല്ലാം ഉണ്ട്. 27 വായിച്ചത്. മനുഷ്യപുത്രാ, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിലെ കാവൽക്കാരനാക്കി. ഇനി ശ്രദ്ധിക്കണം. മനുഷ്യപുത്ര പറയുന്നത് നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. നീ എന്റെ വായിൽ നിന്ന് വചനം കേട്ടു. എന്റെ വചനം കേട്ട് എന്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കുക. എത്ര വിശ്വാസമാണ് വചനം കേൾക്കാമെന്നുള്ളത്. ദൈവം വചനമേ കൽപ്പിക്കത്തുള്ളൂ. ജന്മത്തിൽ കൊണ്ടുവരാമോ? ഞാൻ ദുഷ്ടനോട് ശ്രദ്ധിക്കണം. ഞാൻ ദുഷ്ടനോട് നീ മരിക്കുമെന്ന് കൽപ്പിക്കുന്നു. നീ മരിക്കും എന്ന് കൽപ്പിക്കുമ്പോൾ നീ അവനെ ഓർമ്മിക്കുകയും ഇവിടെ നേരത്തെ കുഞ്ഞിന്റെ കാര്യം സാക്ഷ്യം വഹിക്കുന്നു. എന്നിട്ട് അമ്മക്കാരന്റെ കാര്യം സക്രമങ്ങളുടെ കാര്യം പറയും. ഒരു പക്ഷേ ആ കുഞ്ഞിന്റെ അടുക്കലേക്ക് ദൈവം കഴിച്ചത് ഒരു പക്ഷേയല്ല, വെച്ച് നീട്ടിയ സുവിശേഷത്തിന്റെ ദൗത്യമാണ് ആ കുഞ്ഞിക്കറിക്കാറ്. അവളുടെ മുമ്പിൽ ഒരു മരണമുണ്ട് ആർക്കറിയാം. അവളുടെ മുമ്പിൽ ഒരു ആത്മഹത്യ നടക്കുന്നുള്ളത് ആർക്കറിയാം. ഇത് നീക്കാം ദൈവത്തിന് മാത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരാള് നമ്മളെ നിരസിച്ചാൽ, നോ പറഞ്ഞാൽ, ഒറ്റക്ക് നോ വേണ്ട, ഒരു വാക്കിൽ പോയി കൂടി വയ്ക്കുന്നത്, ചെറിയ കാര്യങ്ങളെ വീട് പോകുന്നതാണ്. ദൈവത്തിലെ നാം അങ്ങനെ ആകാതിരിക്കും പോകാതിരിക്കുന്നത് അതെ. ഒരു ദുഷ്ടനോട് നീ മരിക്കുമെന്ന് പറയുമ്പോ നീ അവരെ ഓർപ്പിക്കുകയോ നിന്നെ രക്ഷിക്കേണ്ടതിന് നീ കോപിക്കുന്നോ, നീ ദൈവത്തെ തള്ളിപ്പറയുമ്പോ സ്വന്തം വഴിക്ക് നടക്കുന്നോ, ദൈവം വെച്ചിരിക്കുന്ന സൈൻ ബോർഡുകളാണ് പുരോഹിതന്മാർ, പാസ്റ്റേഴ്സ്, പ്രവാചകന്മാർ, ദൈവിക ശിക്ഷക്കാർ, അമ്മ, അപ്പൻ, സ്കൂളിലെ ടീച്ചേഴ്സ്, ഉച്ചപ്പന്മാർ, വലിയ കുമാരൊക്കെ ഇത്രയും വെച്ചോ ദൈവത്തിന്റെ വചനം തന്നെ ഉപദേശിക്കുന്നു. അവൻ നിരസിക്കരുതേ, നിരസിക്കരുതേ. അവൻ തന്റെ ദുർമാർഗ്ഗം വിടുവാൻ അവരെ ഓർമ്മിച്ചുകൊണ്ട് ഒന്നും പറയുകയോ ചെയ്യാഞ്ഞ ദുഷ്ടൻ തന്റെ അകൃത്യത്തെ മരിക്കും. പറയണ്ടേ, ദുഷ്ടൻ അകൃത്യത്തിൽ മരിക്കാൻ പോകുമ്പോ നമുക്ക് മക്കൾ ചെറുത് കാണിച്ചിട്ട് വരാൻ പോകുന്ന കാര്യങ്ങൾ കാണിച്ച് അത് പറയുമ്പോ അതൊക്കെ കഴിഞ്ഞ ആഴ്ച വന്ന പ്രവാചകൻ വിജയിച്ച് പറഞ്ഞു. ഒരു പ്രവാചകൻ അത് പറയുള്ളൂ, കാരണം അത് കാര്യം നടക്കും. യൂറോപ്പിൽ പോകുന്ന കാര്യമല്ല ഈ പറയുന്നത്. ഈ അകൃത്യത്തിൽ മരിക്കാതിരിക്കേണ്ടതിന് ദൈവവചനം കേൾക്കണം, അനുസരിക്കണം, വിശ്വസിക്കണം. ഹല്ലേലൂയ. അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. എന്നാൽ നീ ദുഷ്ടനെ ഓർമ്മിച്ചിട്ട് അത് മാത്രമല്ല എനിക്ക് മനസ്സിലായി. അതാണ് നമ്മൾ ചോദിക്കുന്നത്, പറഞ്ഞില്ലെങ്കിൽ ചോദിക്കും. അപ്പൊ ഗുണപ്പെടുത്താൻ നേരെ നടക്കുന്നത് വഴി ഇട്ടാണെങ്കിൽ നേരെ നടക്കാൻ പറഞ്ഞിരട്ടെ, വളഞ്ഞ വഴിയാണെങ്കിൽ നേരെ നടക്കാൻ പറഞ്ഞിരട്ടെ. അത് നമ്മൾ ജോലി. എന്തെല്ലാം പരിഹാസിക്കേണ്ടി വരുമെന്നറിയോ? നേരെ നടക്കുന്ന പറയുന്നു. അവരുടെ മൈൻഡിൽ തെരഞ്ഞെടുപ്പ് സമയം നീ അതിന്റെ നീ കോടതി കോടതി നീ നടക്കുന്നത് ഇവിടെ ഇന്ന് നേരത്തെ പറഞ്ഞത് അങ്ങനെ. എന്നാൽ നീ ദുഷ്ടനെ ഓർമ്മിച്ചിട്ട് അവൻ തന്നെ ദുഷ്ടനെയും ദുർമാർഗ്ഗവും വിട്ട് നീങ്ങുന്നില്ലെങ്കിൽ അവൻ തന്റെ അകൃത്യത്തെ മരിക്കും. അവൻ മരിക്കും. അത്ര മനസ്സിലായല്ലോ. നമുക്കൊരു സമാധാനം. ദുഷ്ടനാണല്ലോ നീതിമാന്റെ നീയോ നിന്റെ പ്രാണനെ രക്ഷിച്ചു. നീതിമാൻ എത്രമാത്രം അഥവാ നീതിമാൻ തന്നെ നീതി വിട്ടുമാറും. നീതിമാൻ തന്റെ നീതി വിട്ടുമായിട്ടിരിക്കുന്ന നീതിമാന്മാരാണ് ഇരിക്കുന്നത്. ഇതിനിടയ്ക്കുള്ള വേറെ പരിപാടികൾ ശ്രദ്ധിച്ചോ? നീതിമാൻ തന്റെ നീതിയെ വിട്ടുമാറി നീതികേട് പ്രവർത്തിച്ചിട്ട് ഞാൻ അവന്റെ മുന്നിൽ ഇടർച്ച
ഞാൻ അവന്റെ മുന്നിൽ ഇടർച്ചകൾ വയ്ക്കും. എന്നോട് മനസ്സിലായി. അകാരണമായി നിന്നിൽ അസ്വസ്ഥത വെളിപ്പെടുന്നുണ്ടെങ്കിൽ അത് ഇടർച്ചയാണ്. എന്തിനു നമ്മൾ കോപിക്കുക, പൊട്ടിക്കറി ദൈവന്മാരെ വിളർച്ചയാണ്. അനാവശ്യമായ വലിച്ചിലുകളുണ്ടെങ്കിൽ ഹൃദയം വശീകരിക്കപ്പെടുന്നു. താഴ്ച ചില ചെറുപ്പക്കാരെ കാണുമ്പോൾ ജീവിതങ്ങളെ ഇടർച്ച പറ്റുന്നത് ഇടത് കീഴാതിരിപ്പാണ്. ഇടർച്ച വെച്ചു. ദൈവം ഇടർച്ച ഈ സ്ഥലത്തോ പരിശുദ്ധാത്മാവ് നമ്മളെ സമാധാനിപ്പിക്കാറുണ്ടോ? ഇടപെടാറുണ്ടോ? കോപിച്ചിരിക്കുന്നവർ വെട്ടാളിനെ വെട്ടി കൊണ്ടാണെങ്കിൽ കൊണ്ടുവരുന്ന ആളുകളുടെ താഴെ നീ നിലത്തിരിക്കുക. ഇതൊരു കാരണം ചാകാൻ വേണ്ടി കാര്യമില്ല. ഇത് പറയുമ്പോൾ ശ്രദ്ധിച്ചു വിടണം. ആ ഇടർച്ചയും പരിശുദ്ധാത്മാവുണ്ട്. ഇടർച്ചയ്ക്ക് അപ്പുറം മരണമാണ്. എത്രയോട് മനസ്സിലായി? ദുഷ്ടന്റെ കാര്യം പോട്ടെ, തീരുമാനമാരെ അവൻ നിങ്ങൾ ആരും വിചാരിക്കരുത്. ചില ആക്ഷൻ്റെ പാസ്റ്റേഴ്സ് ഒക്കെ ഒരിക്കലും പലരും കുറ്റപ്പെടുത്തുകളാണ്. പാസ്റ്റേഴ്സ് നമ്മളെ ശീല പറയുകയല്ല. അങ്ങനെ തോന്നി പാസ്റ്റർ ശീലിക്കാരോട് മരിച്ചു. ഇത് വീട്ടിൽ പോയി കാണാൻ പഠിച്ചാൽ വായിക്കാം. വീട്ടിൽ പോയി വായിച്ചാൽ നീതിമാന്മാരെ ധരിക്കാതിരിക്കേണ്ടത് ദൈവവചനം കേട്ടു, യഹോവയുടെ വചനം കേട്ടു, കേട്ട് കുറ്റം ചെയ്യാതെ അനുസരിക്കുന്ന കാര്യം. അവൻ 9 വയസ്സ് ഇരുട്ടിൽ കിടന്ന ജനം വലിയൊരു വെളിച്ചം തന്നെ. ഇരുട്ടിൽ കിടന്ന ജനം വലിയ വെളിച്ചം തന്നെ. ചെറിയ വെളിച്ചല്ല, വലിയൊരു വെളിച്ചം. വീട്ടിൽ ബാധ്യത പോയതുപോലെ കണ്ടതാണ്. അത് യേശുവല്ല. അവൻ പ്രാർത്ഥിച്ചപ്പോ ചെറിയ വെളിച്ചം, ഇത് വലിയ വെളിച്ചമുള്ളതാണ്. അവൻ സൂര്യനേക്കാൾ തേജസ്സുള്ളതാണ്. സൂര്യൻ തേജസ് കൊടുത്ത പ്രകാശം. വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നു. എന്റെ വീട്ടിൽ, എന്റെ ഭവനത്തിൽ, എന്റെ ജീവിതത്തിൽ സൂര്യനേക്കാൾ ശോഭയുള്ള വെളിച്ചം പ്രകാശം ചോദിക്കും. ഇത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. വലിയ വെളിച്ചം പറ്റും. ഇരുട്ടിൽ നടന്ന ജനം, വീണ്ടും പറയാണ്, ഇരുട്ടിൽ നടന്ന ജനം അങ്ങനെയാണെങ്കിൽ ഇനി ഇരുട്ടാണ് അല്ലേ? ഉറപ്പല്ലേ? ആണോ? ഇരുട്ടിലല്ലെങ്കിലും ഇരുട്ടിന്റെ പ്രവർത്തികൾ വെളിച്ചത്തിൽ ചെയ്യും. ഇരുട്ടിലല്ല, പക്ഷേ വെളിച്ചമുണ്ടെങ്കിലും ഇരുട്ടിന്റെ പ്രവൃത്തികൾ ചെയ്യുവാൻ നിനക്ക് ഭയമില്ല. മാത്രമല്ല, അത് ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. കൂടുതൽ ലൈക്കുകൾ കിട്ടേണ്ടതുണ്ട്. ഇപ്പൊ വചനത്തിന് ഇതുവരെ 100 ലൈക്കായിട്ടില്ല. ഇത് ചില പെണ്ണുങ്ങളുടെ ഫോട്ടോയ്ക്ക് 56 ലക്ഷം ലൈക്ക്. 77 ലക്ഷം ലൈക്കുകൾ. ഹല്ലേലൂയ. ഇത് പ്രോത്സാഹിപ്പിക്കുന്നത് ദൈവമക്കൾ ഉണ്ടെന്നാണ് എന്റെ വിചാരം. ഇല്ല, ഏതെങ്കിലും സ്ലിപ്പ് ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ഇത് ഇരുട്ടിലല്ല. ഉറപ്പാണോ? അടുത്ത നാളെ ഇന്ത്യ ഇരുട്ടിലല്ല.
ചരിത്രമുണ്ട്. ഒന്നും പറഞ്ഞല്ലോ, ഇനി നീ നിരക്കിൽ അല്ല അല്ലേ? ഇവിടെ വരും നമ്മള് കൊലോസ്യ ലേഖനം അധ്യായം അത് കൊലോസ്യ ലേഖനം 1 അധ്യായം എത്ര വാക്യങ്ങളാണ്? 13 വാക്യം വായിച്ചോ. എന്നെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് യേശയ്യാ 9 പറഞ്ഞത് പിന്നെ തന്നെ പൗലോസ് എഴുതി വെച്ചു. എന്നെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന്. യേശു അധികാരത്തെ കുറിച്ച് പറഞ്ഞില്ല, ഇരുട്ടിന്റെ ശക്തിയെ കുറിച്ച് പറഞ്ഞു. എന്നാൽ പൗലോസ് പറയുകയാണ് ഇരുട്ടിന്റെ ഒരു അധികാരമുണ്ട്. അതാണ് ഇരുട്ടിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നത്. നമ്മൾ പറയാറില്ലേ, ഉമ്മാക്കി കടന്നു പോകും. ഉമ്മാക്കി കൊച്ചുങ്ങളെ പിന്നെ ട്യൂഷനും പഠിപ്പിക്കുന്ന ആൻഡ്രൂസിന്റെ ആൻഡ്രൂസില്ല സെബാസ്റ്റ്യൻ വളർന്നതനുസരിച്ച് ആ പുള്ളിക്കാരൻ നമ്മുടെ വീട്ടിൽ പഠിക്കുന്ന അയാളുടെ പട്ടിയോട് ഇങ്ങനെ പറയുന്നത് ഈ പുറത്തേക്ക് കാര്യം. അപ്പൊ ഉടനെ അങ്ങനെ എഴുതി പിന്നെ അവരുടെ ആൻഡ്രൂസിന് കഴിയായി. ഇരുട്ടിന്റെ അധികാരങ്ങൾ കകർത്ത ഇരുട്ടിന്റെ പ്രവർത്തികൾക്ക് വിശ്വസിച്ചു. ഇരുട്ടിന്റെ പ്രവർത്തികളിൽ നിന്ന് ഈ വാക്യം ഇങ്ങനെ തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ പറയണം. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന്, ഇരുട്ടിന്റെ പ്രവർത്തികളിൽ നിന്ന് ഇരുട്ടിൽ എനിക്ക് ക്രിസ്തു എന്ന വെളിച്ചം വരും. അതിന് മനോഹരമായി എഴുതി വെച്ചിരിക്കുകയാണ്. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് എന്നെ വിടുവിച്ച് മനസ്സിലായി. വിശ്വസിക്കുക. എന്നെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ ഇങ്ങനെ പറയുന്നത് മനസ്സിലാവില്ല. ആത്മാവ് സഭ പറയുന്നതല്ല, നിന്നെ എന്നെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വഹിച്ചു. ഇനി എന്റെ ഇരുട്ടിന്റെ അധികാരി എന്റെ അടുക്കൽ വന്നാലും വെളിച്ചം കൊടുത്തു. ഞാൻ ഇവിടെ നിന്ന് വേണ്ടാത്തത് കാട്ടിക്കൂട്ടുമ്പോഴും കാപ്പിട്ട് പോവുകയാണ്. വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ചെയ്യുന്നതും ഇരുട്ടിന്റെ പ്രവൃത്തികളാണെങ്കിൽ രേഖപ്പെടുത്തും. ഇരുട്ടിലായിരുന്നോ കുഴപ്പമില്ല, മൊത്തത്തിൽ തളർച്ചയായാലേ. അടുത്ത വാക്യം. സ്നേഹസ്വരൂപനായ എല്ലാവരും പറയട്ടെ, സ്നേഹസ്വരൂപനായ പുത്രൻ. സ്നേഹസ്വരൂപനായ പുത്രൻ. 9 വിഷയം 9. കണ്ടു. ഈ വെളിച്ചത്തെ തുടങ്ങി നമ്മൾ ഇരുട്ടിന്റെ അധികാരത്തിലേക്ക് കൊണ്ടുപോകാം. വീണ്ടും കെട്ടതാ, വീണ്ടും പഠിക്കും, വീണ്ടും കാര്യം, വീണ്ടും കെട്ടതാ, വീണ്ടും പറയുന്നത്. കർത്താവ് പറഞ്ഞു, ആദ്യം സ്വീകരിക്കുക, ആദ്യം സ്വീകരിക്കുക, ആദ്യം സ്വീകരിക്കുക. ഈ വിളിച്ച് എന്ത് ചെയ്യണം? നിന്റെ അകത്ത് വെളിപ്പെട്ട ക്രിസ്തു ശോഭിക്കണം. ക്രിസ്തു ശോഭിച്ചത് വെളിപ്പെടുക. അതാണ് കലങ്ങളുള്ളത്. ശോഭിച്ച
ഒരുപാട് സന്തോഷത്തോന്നുണ്ട്. സന്തോഷം, വിശ്രമം, സമാധാനം. ഈ പഠനങ്ങളുടെ അവസ്ഥയിൽ ഇതിലോ പറയുന്നതാണ് ഹല്ലേലൂയ. വചനം അപ്പാവ് പറഞ്ഞു വചനം പറയാൻ പറ്റില്ല. ഹല്ലേലൂയ. ഇവിടെ പറയും യേശുവിന്റെ ബന്ധത്തിൽ ഇല്ല സമാധാനം, വിശ്വാസമാക്കി. അവൻ ഹല്ലേലൂയ. നമുക്ക് ഇവിടെ പറയുകയാണ് ആ പ്രകാശം എന്ത് ചെയ്തു? ശോഭിച്ചു. എന്നൊരു വാക്ക് പറഞ്ഞിട്ട് യേശു എന്നിൽ ശോഭിച്ചു. യേശു എന്നിൽ ശോഭിച്ചതാണ്. അടിയുണ്ടാക്കുക, അനുസരണത്തിലായിരിക്കുക, കോപിച്ചിറങ്ങുക, എല്ലാവരും ദേഷിക്കുക. യോഹന്നാൻ 16 പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിനെ കൃത്യമാക്കുന്നു. അടുത്ത വാക്യം. നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയിൽ വർദ്ധിപ്പിക്കുന്നു. കൊയ്ത്തുകാരന്റെ സന്തോഷം പോലെ യേശുവിന്റെ വീട്ടിൽ വരുമ്പോ കൊയ്ത്തുകാലത്ത് കൊയ്ത്തുത്സവം നടത്തുന്നതിന്റെ സന്തോഷം. പരിശുദ്ധാത്മാവിന്റെ വീട്ടിൽ വരുമ്പോ 50ാമത് നാൾ പെന്തക്കോസ്ത് നാളിലെന്തോ അവരുടെ പേര് അഗ്നിനാമങ്ങൾ വെളിപ്പെട്ടത് കൊയ്ത്തുത്സവത്തിന്റെ ആരംഭത്തിലാണ്. ഹല്ലേലൂയ. പത്രോസിന്റെ കുടുംബ അംഗങ്ങളുടെ സന്തോഷത്തിൽ പറയുകയാ 3000 പേരുള്ള സ്നാനപ്പെട്ട് സഭയോട് ചേർന്നു. ഹല്ലേലൂയ. ഇരുട്ടിയിരുന്ന ജനത്തിന് ഈ വെളിച്ചം വെളിപ്പെട്ടപ്പോ, പരിശുദ്ധാത്മാവ് വെളിപ്പെട്ടപ്പോ കൊള്ളത്തിൽ പങ്കിട്ടിരിക്കുന്നതിന്റെ സന്തോഷം. എന്താ ഈ കൊള്ളമുതൽ പങ്കിട്ടിരിക്കുന്ന സൗകര്യം? എന്താ അവിടെ കൊള്ളമുതൽ പങ്കിട്ടാതെ സുഖം കണ്ടിട്ടില്ലേ? ഈ അപ്പുറം പോയി കഴിഞ്ഞ് 10 കോടി 7 കോടിക്കാണ് ഈ സൗകര്യക്കാര് കല്യാണത്തിന് പോയി മുമ്പ് തന്നെ പാവടിച്ച കടമലില്ലാത്ത സംസ്കരിച്ച് ചെയ്തിട്ട് ഇവർക്ക് എവിടെ പോയാലും പുറത്തെടുത്തിട്ടേ നടക്കുന്നത്. കാരണം ആരും കാരണം പാവം പിടിച്ച് ഇതില്ലാത്ത ബുദ്ധിമുട്ടുകൊണ്ട് നടക്കുന്ന പാവപ്പെട്ട സഹോദരിമാരെ കണ്ട് കരയണം. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോ കൊള്ള മുതലിലേക്ക് കണ്ണുവെച്ച ദുഷ്ടൻ ഇവിടുന്ന് ഒഴിച്ചിട്ട് ബൈക്കുമായി രണ്ടുപേർ ചേർന്ന് പച്ചപ്പിടിക്കുന്ന ആരുടെ ശുദ്ധം കഴിയും. ഇതുകൊണ്ട് പോകുമ്പോൾ ഇവർ കരയുമോ? പൈസ ചെലവായ നാളെ നിനക്ക് രണ്ട് മതിയോ? നിങ്ങൾ ഈ പോകുന്നത് നമുക്കിവിടെ കയറാം, പിന്നെ ഫോണിൽ കയറാം, പിന്നെ ഭക്ഷണം കഴിക്കും. ചിലവില്ല ഒരു പിടിയും ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ വിശ്വസിച്ചുകൊണ്ടതാണ്. സുവിശേഷത്തിൽ വചനം വിശ്വസിച്ചപ്പോ സ്വർഗത്തിൽ നിന്ന് കൊള്ളുന്നത് പോലെ അർഹതയില്ലാത്ത താഴ്ന്നത് പോലെ ആത്മാവിന്റെ ഇറങ്ങി വന്നില്ലേ? അഗ്നിനാവുകൾ പോലെ ഇറങ്ങി വന്നില്ലേ? പതിക്കില്ലേ? ദൈവത്തിനോട് സംസാരിക്കുന്നില്ലേ? ആത്മാവ് സഭയോട് സംസാരിക്കുന്നില്ലേ? തിരുവെഴുത്തുകളുടെ മർമ്മങ്ങൾ ഗ്രഹിക്കുന്നില്ലേ? ദൈവത്തിലുള്ള കൂട്ടായ്മ നടക്കുന്നില്ലേ? സന്തോഷിക്കുന്ന മുതൽ അങ്ങനെ ആനന്ദം കൃപ അർഹതയില്ലാതെ കിട്ടിയ ധാരാളം ആശ്ചര്യം അറിയത്തില്ല. ഗ്രേസിലെല്ലാം നമ്മുടെ മഹത്വം. അതിന്റെ പോലെ അമ്മ തന്റെ കുഞ്ഞിനെ കൊണ്ട് നടക്കുന്നത് പോലെ ആമേൻ ഹല്ലേലൂയ നടക്കുന്നത് പോലെ യേശു എന്റെ കരം പിടിച്ച് എന്നെ നടത്തും. ആമേൻ ഹല്ലേലൂയ.
ഉരുതായി കേറ്റുവായുമോ എന്നേശ ശ്രദ്ധിച്ചുണ്ടോ? കുറ്റം പറയാതെ, കുറവ് പറയാതെ, ഈ കറുത്തതാക്കും എടുത്തതാക്കും ചോദിക്കാതെ, ഈ സ്വർഗത്തിൽ നിന്ന് കൊള്ളമുതൽ പോലെ സ്വർഗം തുറന്നതിന്റെ മേലെ വെളിപ്പെട്ട പരിശുദ്ധ ആത്മാവിനെ, പരിശുദ്ധ ആവിയെ നിരസിക്കരുത്, തള്ളിപ്പറയരുത്, നിസ്സാരമാക്കരുത്. ഇത് നിനക്ക് ദൈവം അത്രയും അളവുകൊണ്ട് തന്നത് നമുക്ക് വേണം. ശ്വാസത്തിന്റെ കണക്ക് ചോദിച്ചതല്ലോ, പക്ഷെ ആത്മാവ് തന്നതിന് കണക്കുണ്ട്, പരിശുദ്ധാത്മാവ് ഇറങ്ങിയതിന് കണക്കുണ്ട്. എത്ര പേരുടെ മേൽ ഇത് പതിഞ്ഞു എന്നതിന് കണക്കുണ്ട്. ബൈബിളിൽ പുതിയ നിയമത്തിൽ അക്കമിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ആക്ട് ഓഫ് അപ്പോസ്തലിക് എന്ന പുസ്തകത്തിനകത്തിന്റെ 1-ാം അധ്യായത്തിൽ തന്നെ എഴുതിയിരിക്കുന്നു, ആ കാലത്ത് 120 പേരടങ്ങുന്ന ഒരു സംഘം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യെഹെസ്കേലിന്റെ പുസ്തകത്തിലും യെശയ്യാ പ്രവചന പുസ്തകത്തിലും ഒക്കെ ഒരുപാട് കണക്കുകൾ എഴുതിയിട്ടുണ്ടെങ്കിലും പുതിയ നിയമത്തിൽ കണക്കിനല്ല പ്രാധാന്യം. എന്നാൽ ആത്മാവ് മുദ്രണം ചെയ്യപ്പെട്ടവന്റെ കണക്ക് സ്വർഗത്തിൽ, കണക്ക് പുസ്തകത്തിലുണ്ട്. അതിന്റെ അടയാളം എഴുതി വെച്ചിരിക്കുന്നു. 500 പേരിലധികം പേർ ഉയർത്തെഴുന്നേറ്റവരെ കണ്ടു. എങ്കിലും 120 പേർ അടങ്ങിയിരുന്നവരുടെ പേർ ആത്മാവ് മുദ്രണം ചെയ്യപ്പെട്ടു. അങ്ങനെയുണ്ടെങ്കിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ലീനോ മുദ്രയിട്ടവൾ, റീനോ മുദ്രയിട്ടവൾ, ജിനോ മുദ്രയിട്ടവൾ, റജി മുദ്രയിടപ്പെട്ടവൾ, ഗീത, ജാൻസി, ഗീത, മോളി, കമലമായി, അമ്മ, ഇത് പേര് ആന്റണിക, വീണ, ആനി, അജയ്ഷ്, ജോഷുവ. ഈ പാപം ജീവിക്കും. വിചാരിക്കരുത് കർത്താവിനെ 129 കണക്കുകൾ തെറ്റിയിട്ടുണ്ട്. ഈ നിബന്ധന ദാസ്തവന്റെ രേഖപ്പെടുത്തിയിരിക്കുന്ന 500 ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ ആത്മാവ് കൊണ്ടത് പോലെ വേണ്ടിയത് അവർ വായി തുറന്നപ്പോൾ തന്നെ, സംസാരിക്കാൻ ആരംഭിച്ചപ്പോൾ തന്നെ, നിങ്ങൾ വിചാരിച്ചോ? ഞാനും വിചാരിക്കോ? ഉള്ളവരല്ലേ കൊള്ളവരല്ലേ? ഇതിലേക്ക് അന്യഭാഷ പഠിക്കുന്നത് പാപിക്കുന്ന ആളുകളുടെ സുഖങ്ങൾ അറബിയാണ്. അപ്പൊ എന്നോട് ചോദിച്ചു, അറബി പഠിച്ചിട്ടുണ്ടോ? അപ്പൊ വേറെ പറഞ്ഞു കേട്ടിട്ട് പറയുകയാണ്, ആ ഭാഷ അറിയാവുന്ന ഒരാൾ പറഞ്ഞു, ഇത് അരമായി ഭാഷയാണ്. എനിക്ക് നോക്ക്, ആ ഹൃദയത്തിലെ ആത്മാവ് പതിഞ്ഞുവെങ്കിൽ ഇവിടിരിക്കുന്ന ഓരോരുത്തരോട് പറയുന്നു, ഇരുട്ടിൽ നടന്ന് ജനം വെളിച്ചം കിട്ടു, ശോഭിച്ചു. ഇനി കഷ്ടത്തിലൊന്ന് പറഞ്ഞു നടക്കരുത്. അപ്പന്റെ കൈ വെച്ചിങ്ങനെ പാട്ടുപാടി നടക്കുക. അയ്യോ, പാട്ടുപാടി കണ്ട പ്രാർത്ഥിക്കുന്ന സമയം കിട്ടത്തില്ല. എല്ലാ പാട്ടുപാടി നടക്കുക. എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നത് ജോലി പ്രാന്താണ്. നിങ്ങൾ എന്നെ വിളിക്കുക, കർത്താവ് ആരാധന ചെയ്യും. എനിക്ക് അങ്ങ് ഭക്ഷണം തരുവോ? കാക്കയാഴ്ച ആഹാരം വെച്ചു. അടുത്ത വാക്യം. എന്റെ അർത്ഥം മനസ്സിലായോ? സഭയിലെത്തുന്ന ഉത്തരവുണ്ട്, ഉള്ളു വായിച്ചേ
ആണോ? അതാണ് പറഞ്ഞത്. ഓക്കെ വായിച്ചു. അവൻ ചുമക്കുന്ന മുഖവും അവന്റെ ചുമക്കുന്ന ഉണ്ടോ? നീ ചുമന്ന മുഖം. നമ്മളവിടെ ഇപ്പോഴും മുഖം ചില അടുത്തുണ്ടെങ്കിൽ വീട് മുഴുവനും ദാരിദ്ര്യവും പട്ടിണിയും രോഗവും കടബാധയും ഒക്കെ നടക്കുക. ഹല്ലേലൂയ. ഓ സന്തോഷമില്ല. ബീജം പഠിക്കുമ്പോ സന്തോഷം കിട്ടും. സിനിമ തട്ടി വെച്ചാൽ അവർക്ക് ചിരിച്ചോണ്ടിരിക്കാം. ഹല്ലേലൂയ. ആമേൻ. ഇല്ലെങ്കിൽ മൊബൈലിൽ നമ്മൾ ഇട്ടിട്ടുന്ന കാര്യം കണ്ടോ? പാസ്റ്റർ അന്യമായി ഉപദേശിച്ചിട്ടുണ്ട്. കർത്താവ് ഉണ്ടെങ്കിൽ സന്തോഷം എത്ര ഉപദേശിക്കുന്നു. ഒരു മണിക്കൂറൊക്കെ സമയം വിശദമായി കർത്താവ് ഒന്ന് സന്തോഷം ഉണ്ടോ? 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 എന്നെ തൃപ്തിപ്പെടുത്താൻ പറയുന്ന ഉണ്ടോ? ഇതെന്താ അയച്ചു. അപ്പൊ നീ ചുമന്ന മുഖം ചുമലുകളിലെ കോലണോ? കോല് മുഖം മാത്രമല്ല, കോല് കൂടെ ചമ്മി കടിയില്ല, തെരഞ്ഞെടുപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. മാറിൽ കുഞ്ഞിന് ധനിമൊക്കെ അടിക്കുന്നു. ഇതാണ് ഇരുട്ട് നടന്നിട്ട് എന്നിട്ടും ഇപ്പോഴും കൂടെ ഇരുട്ടിലേക്കാണ് നോക്കാം. ഇസ്രായേലിലേക്ക് നോക്കുമ്പോൾ അവിടുത്തെ A50, A70, A55 പേരുകൾ കേൾക്കണം. ഇവിടെ അവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് വാർത്തകൾ വരുന്നത്. ഈ 27 വയസ്സ് ഞാൻ സമയം ഉണ്ടല്ലോ വാർത്തകൾ കേൾക്കുന്നില്ല. ഇന്നലെ നമ്മൾ ചായ കുടിക്കാൻ ആവശ്യം എനിക്ക് അടിക്കുമോ മറ്റേ വെറുതെ കാണിക്കുന്നു. ഞാൻ വീട്ടിൽ വന്ന് വാർത്ത നോക്കുകയാണ് തുടങ്ങിയില്ല. അപ്പൊ അടുത്ത് കേൾക്കുകയാണ് വിവാഹം കഴിഞ്ഞ 4 ദിവസമായ ഒരു കപ്പിൾസിനെ കല്യാണം കഴിക്കാൻ കൊന്നു. ഇത് വലിയ വാർത്ത. അതിന്റെ അപ്പുറത്തോടെ കുറിച്ച് വിചാരിക്കുന്നത് വിവാഹം കഴിഞ്ഞ 6 ഹണിമൂണിന് പോയതാണ്. ഹണിമൂണിന് പോയത് അവിടെ ചോദിച്ചു. പാമ്പ് ചമ്മച്ചടിച്ചും കുഴപ്പമില്ല, പൂ മരിച്ചും കുഴപ്പമില്ല, പച്ചപ്പം മരിച്ചും കുഴപ്പമില്ല, വെലുപ്പ മരിച്ചും കുഴപ്പമില്ല. ഹണിമൂണിന് പോയത് മരിച്ചു. അതിന് എന്തിനു പറയുന്നത് അറിയും? വീട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളിലും നിങ്ങളുടെ ഹൃദയങ്ങൾ തന്നില്ല. ഇതുകൂടി ഇതിലേക്ക് തന്നു. ആമേൻ. അപ്പോ കോളിൽ നിന്നോ കോല് അടുത്തത് ഇല്ല. ദണ്ഡിപ്പിക്കുന്ന പണി. അടുത്തത് ഇതിനെന്ത് ചെയ്യണം? ഈ വെളിച്ചം ഓടിച്ചു ഓടിച്ചു കളഞ്ഞു. യേശുവിനെ രക്ഷകന്റെ കർത്താവായി സ്വീകരിച്ചപ്പോ നിന്റെ തോളിൽ നിന്ന് മുഖം നീക്കപ്പെട്ടു. ഒടിച്ചു കളഞ്ഞു. വിശ്വസിക്കുന്നുണ്ടോ? ബലത്തിൽ ഒടിച്ചു കളഞ്ഞു. സ്നാനപ്പെട്ടവരുടെ സ്നാനപ്പെട്ടവര് പറയണം, എന്റെ മേൽ വെളിപ്പെട്ടിരുന്ന കോല്, എന്റെ മേൽ അടിച്ചുകൊണ്ടിരുന്ന വടി, എന്റെ മേൽ വെച്ചിരുന്ന മുഖം യേശു ഓടിച്ചു കളഞ്ഞു. അത് പറഞ്ഞു വെച്ച് അർത്ഥത്തോടെ ഞാൻ എന്റെ പേരുള്ള സകലാധിപത്യവും സന്തോഷകരമായ എന്റെ ഉള്ള സകല ആധിപത്യവും എന്റെ യേശുവിനാണ്. സദസ്സിനോട് എങ്ങനെയാണ് പറഞ്ഞത്? വിശ്വാസത്തോട് പറഞ്ഞേ ആമേ എഴുതുക. അത് പഠിച്ചത് എന്റെ യേശു അത്ഭുതമന്ത്രിയാണ്. എനിക്ക് പഠിക്കുന്നത് അത്ഭുതമന്ത്രിയാണ്. ആമേ. ഞാന് നിങ്ങളോട് ഒരു കാര്യം പറയാം.
ഈ മത്തായിയുടെ സുവിശേഷം, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 സുവിശേഷത്തിലും യേശു ഒരു മന്ത്രിയെ പോലെ, അത്ഭുത മന്ത്രിയെ പോലെ ഉപമകളിൽ കൂടി ജനത്തോട് സംസാരിച്ചു. സ്വർഗ്ഗരാജ്യത്തെ കുറിച്ച് സംസാരിച്ചു. അവൻ ഒരുവന്റെ വായിൽ നിന്നുള്ള വാക്കെങ്ങനെ ആയിരിക്കണമെന്ന് സംസാരിച്ചു. കോപം സൂക്ഷിക്കണമെന്ന് സംസാരിച്ചു. സ്വർഗത്തിൽ നിന്ന് ദൈവം ഭൂമി വെളിപ്പെട്ടിട്ട് നീ അവിടേക്ക് വരേണ്ടതിന് എന്തൊക്കെ കുറവുണ്ടെന്ന് അക്കമിട്ട് നിരത്തി യേശു നമുക്ക് പറഞ്ഞത്. അവൻ അത്ഭുത മന്ത്രിയെ പോലെ സംസാരിച്ചു. 12ാമത്തെ വയസ്സിൽ ദേവാലയത്തിനകത്തിരുന്ന് അവിടെ കൂടിയിരുന്ന ശാസ്ത്രിമാരുടെയും മഹാപുരോഹിതന്റെയും മധ്യേ യേശു അത്ഭുത മന്ത്രിയെ പോലെ സംസാരിച്ചു. തന്റെ അടുക്കൽ വന്ന ജനത്തോട് ഉപമകളിൽ കൂടി ദൈവരാജ്യത്തെ കുറിച്ച് സംസാരിച്ചു. തന്റെ അടുക്കൽ വന്ന ശിഷ്യന്മാരോട് വിദഗ്ധന്റെ ഉപമ വിവരിച്ചു കൊടുത്തു. ഹല്ലേലൂയ. അവൻ മന്ത്രിയായി സംസാരിച്ചു, മന്ത്രിയെ പോലെ ഉപദേശിച്ചു. രാജത്വം പ്രാപിച്ച് വരുന്നതിന് മുന്നമേ രാജത്വത്തിലേക്ക് കൂട്ടവാസികളായ നമ്മോട് അവൻ ഉപമകളിൽ സംസാരിച്ചു. ഹല്ലേലൂയ. ഉപമയുടെ സമയം അവൻ അത്ഭുതമന്ത്രി, പഴയ അത്ഭുതമന്ത്രി എന്തിനോ ദൈവത്തിലെ 4 സുവിശേഷവും 10, 15, 20 പ്രാവശ്യം വായിച്ച് ആത്മാവിൽ ബലപ്പെടുത്തുക. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ പറയുന്നു, നീ വിധിക്കരുത്. ഹല്ലേലൂയ. നീ മുകളായെന്ന് വിളിക്കരുത്. നീ കോപം സൂക്ഷിക്കരുത്. നീ പരസംഗം ചെയ്യരുത്. നീ വ്യഭിചാരം ചെയ്യരുത്. ഹല്ലേലൂയ. സഹോദരനോടും സഹോദരനോടും കോപം സൂക്ഷിക്കരുത്. രക്തബന്ധത്തെ മാത്രമല്ല പറയുന്നത്, നിനക്ക് സ്നേഹം ഉണ്ടാകണം, ക്ഷമിക്കുന്നത് പഠിപ്പിക്കുകയോ. ഹല്ലേലൂയ. പറയുന്ന അത്ഭുതമന്ത്രി. ഞാനും പ്രതികൂലത്തിന്റെ മധ്യയിൽ നിൽക്കുമ്പോൾ തുരുക്ക് അടിക്കുന്നവരാണ് മന്ത്രി. എങ്ങനെ ഈ പ്രശ്നത്തിന് പുറത്തു വരും? അതേ സഹോദരി പറഞ്ഞേ, എങ്ങനെ പുറത്തു വരും? ഈ സമയത്ത് പിടിക്കാൻ പറ്റുമോ? സ്വസ്ഥത പിടിക്കാൻ പറ്റുമോ? ഒരു ഈ ദുർഗിനടിച്ച് നിർത്തിയാനാ. അതുകൊണ്ട് എനിക്ക് ആരും പ്രാർത്ഥിക്കാണ്. അത്ഭുതമന്ത്രി. നമുക്ക് കേൾക്കുമ്പോൾ അതാണ് തിരുക്കുള്ളിൽ നമ്മൾ പറയും. പക്ഷെ ആ ചുമതല ഏറ്റെടുക്കുന്നവർക്ക് അറിയാൻ മന്ത്രിയാണല്ല. അവൻ ഇത് വേണം അത് വേണം തീരുമാനിക്കുന്നവർക്ക് ഇത് തന്നെ വേണം. പക്ഷെ ബലഹീനതയ്ക്ക് ആരും കൂടെ നിൽക്കും. ദൈവത്തിലുള്ള നിൽക്കും. പറയുക, എന്റെ യേശു അത്ഭുതമന്ത്രി. അത് പ്രാർത്ഥനകൾക്ക് ഇങ്ങനെ മറുപടി വായിക്കുക. ദൈവശക്തികൾ ജീവിക്കുന്ന പ്രാർത്ഥനകൾക്ക് യേശു മറുപടി തരുമെന്ന് വിശ്വസിക്കുക. ഇനി വേറെ ഭാഗത്ത് ഇതിൽ തന്നെ പറയുകയാണ്, നിങ്ങൾ അണക്കകത്ത് കയറി നിങ്ങളുടെ പിതാവിനോട് പറയുന്നത് നിങ്ങൾ കിട്ടിയെന്ന് വിശ്വസിക്കാം. അപ്പോൾ നിങ്ങൾ രാത്രി കേൾക്കണം പറയുന്നു. ഈ പറയുന്ന എന്തോ രണ്ടു ലോൺ അടിച്ചതാണ്. ഇതാണ് എല്ലാം പറഞ്ഞത്. ഇന്ന് പറഞ്ഞില്ല, ഇന്നും പറയും. ഇത് പറഞ്ഞില്ല, ഇന്ന് പറഞ്ഞില്ല, ഇത് പറയും. ഈ പറഞ്ഞില്ല, നോക്കുവരുടെ പറഞ്ഞില്ല, ഈ പറഞ്ഞില്ല. അത്ഭുത മന്ത്രിയായ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന വിശ്വസിക്കും. ആമേൻ. അന്താവിന്റെ താമസിക്കുന്ന അടുത്ത പ്രാവശ്യം അടുത്ത അത്ഭുത മന്ത്രി. അടുത്ത വീണ്ടും ദൈവം
യേശു വീരത്വം പ്രവർത്തിച്ച ഒരു ഭാഗം പറയാം. നൈനിലെ പട്ടണത്തിലെ നഗരകവാടം കടന്ന് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വിധവയുടെ മകൻ മരിച്ചു കിടക്കുക. അടക്ക ശുശ്രൂഷയ്ക്ക് കൊണ്ടുപോകുന്ന വിധവ കരഞ്ഞുകൊണ്ടതിന്റെ മഞ്ചത്തിന്റെ കൂടെ കിടക്കുമ്പോ യേശു മഞ്ചത്തിൽ തൊട്ടതയോ വേറെ ഒന്നും പറഞ്ഞില്ല. ജീവനെ നൽകുന്നവൻ വീരത്വമുള്ള ദൈവമാണ്. ജീവനെ കൊടുക്കുവാനും അത് സമൃദ്ധിയായി കൊടുക്കുവാനും അധികാരമുള്ളതാണ് വീരനായ ദൈവം. മരിച്ചവർക്ക് ആശ്രയിക്കില്ല, പോയി. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന ജീവൻ നിത്യ ജീവൻ ആണ്. ജീവനെ വീട്ടിൽ കൊടുക്കുവാൻ അധികാരമാണ്. ജീവന്റെ പുസ്തകത്തിൽ എഴുതുവാൻ അധികാരമാണ്. ഹല്ലേലൂയ. എന്റെ നീതിയെ വടത്തോട്ടോ ഇടത്തോട്ടോ മാറാതെ സൂക്ഷിക്കുന്നവൻ, തന്റെ വാക്ക് മാറാത്തവൻ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ തിരുമേനിയല്ലേ നമ്മളെ കുറിച്ച് കുറ്റപ്പെടാനാണ്. മഞ്ജുരിക്കൊക്കെ പറഞ്ഞു പോയിക്കോട്ടെ, പല കാര്യത്തിലല്ല, പല കാര്യത്തിലില്ല, വെട്ടിക്കളയട്ടെ. ഇന്നും അതിലെ നാളെ വർഷമായി ഒന്നും എല്ലാ നിയന്ത്രണ വിധേയമല്ലാതെ പറഞ്ഞാൽ യേശുവരി ഈ വർഷവും ഞാൻ കടമെടുത്ത് കിളച്ച് ഇച്ചിരി വളർത്തിട്ട് ഇതായി വളർത്താതെ നടന്നുകൊണ്ടിരിക്കണം. ശരി, ഇഷ്ടപ്പെടുക. ജീവനെ കൊടുക്കുന്നവൻ വീരനായ ദൈവം, നിത്യപിതാവ്, നിത്യപിതാവ്, അങ്ങനെ നിത്യപിതാവ്. ഈ പിതാവിന്റെ സ്നേഹം, ദൈവം സ്നേഹമാണ് വെളിപ്പെടുത്തി ഈശോയാണ്. വേറെ ഒരു പ്രവാചകനും പറഞ്ഞില്ല, അപ്പോസ്തലന്മാർ പറഞ്ഞില്ല, വേറെ ഒരു മനുഷ്യനും വെളിപ്പെടുത്താൻ പറ്റില്ലായിരുന്നു. സ്വർഗത്തിലെ ദൈവം സ്നേഹമാകുന്നു എന്ന് നിത്യപിതാവ് നിത്യ സ്നേഹം ആകുന്നു എന്ന് ഈ യേശു എന്നെ പഠിപ്പിച്ചു. ആത്മാഭിഷേകത്തിൽ പറയണം, എന്റെ ദൈവം സ്നേഹമാകുന്നു. അതുകൊണ്ടാണ് എവിടെയൊക്കെ കൂട്ടിക്കിട്ടാൻ വിചാരിച്ചാൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. 1000 വ്യക്തികൾ സ്നാനപ്പെട്ടിട്ട് വേണ്ടാന്ന് പറഞ്ഞാലും 1001 മറ്റൊരു പട്ടണത്തിൽ ഉദയം ചെയ്യും. ബൈബിൾ കീറി എറിഞ്ഞാൽ ഈ കഴിഞ്ഞ പോസ്റ്റർ ഒട്ടിച്ചു നടക്കുമ്പോ കൺവെൻഷന്റെ പോസ്റ്റർ ഒട്ടിക്കുക, 2-3 കൺവെൻഷന്റെ പോസ്റ്റർ ഒട്ടിക്കുക നടക്കുന്ന സമയത്ത് ഒരു സഹോദരൻ അത് താല്പര്യത്തോടെ ഒന്ന് വന്നപ്പോൾ അപ്പൊ അവൻ ഒരു സ്ഥലത്തേക്ക് ഞാൻ ചിന്തിച്ചു, എന്തൊരു കാര്യം മാസ്റ്റർക്കില്ല ഒരു ബൈബിൾ ഈ മതിലിൽ തുറന്നിങ്ങനെ വെച്ചു. ഇവരാ ബൈബിൾ എടുത്തിട്ട് എന്റെ അടുത്ത് വന്നു. പഴയ നിയമവും പുതിയ നിയമമുള്ള ബൈബിൾ. ആ ബൈബിൾ ഒരിക്കലും അർത്ഥം പറ്റി. ഞാൻ ആ സമയത്ത് ഏതാ എഴുതിയിരിക്കുന്ന ആരോടുള്ള ദൂതന്നത് ഇത് നടത്തിപ്പോയി. ഇത് എടുത്തുകൊണ്ട് വന്നപ്പോ അവൻ ഒരു കോരടിച്ചവരുടെ ഇങ്ങനെ ആരെ പഠിച്ചിട്ട് പോയതാണ്. ഇതാണ് ഭാവം. ഇങ്ങനെ ഭാവങ്ങൾ നോക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു കാര്യം ചെയ്യും, ഇതിനടുത്ത് തലയാകത്ത് വയ്ക്കുന്നതാണ്, ആരെങ്കിലും വായിക്കട്ടെ. നീ എപ്പോഴേക്കും ആത്മാവിനോട് അവനോട് വചനം ഇതുപോലെ തുടർന്ന് ആശയങ്ങൾ ഇടാതെ വായിക്കാൻ ദൈവം നേരിട്ട് ഇല്ലാതെ ഈ കൂട്ടരെ പിടിക്കപ്പാടാം. അവരെ വിശ്വസിച്ച് മുൻകൂട്ടണം. ആവശ്യമായി കണ്ട നോട്ടീസാണെന്ന് വിചാരിച്ച് തപ്പിപ്പോയി. അവനോടുള്ള സന്ദേശമാണ്. അവന്റെ കയ്യിലെ വചനം അങ്ങനെ ആയിരിക്കുന്നു. മലപ്പുറത്തും പറയണമെങ്കിലും വലിച്ചടിക്കുന്നത് പോലെ ഇരിക്കുന്നു. ഈ ചെയ്യുന്നത്, ഈ വലിച്ചടിക്കുന്നത് ദൈവ വചനമാണെന്നോ കൂടാതെ പിതാവ് സ്നേഹമാണ്. ഞാൻ പറഞ്ഞ വാക്കുകയാണ്. അടുത്തത് സമാധാന പ്രഭു, സമാധാന പ്രഭു ഒക്കെ വീരനായ ദൈവം എന്റെ കൂടെയുണ്ട്. അത്ഭുത മന്ത്രി എന്റെ കൂടെയുണ്ട്. സമാധാന പ്രഭു എന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ.
നിത്യപിതാവിന്റെ കൂടെ. ഇതാണ് പരിപൂർണനായ മനുഷ്യൻ. പരിപൂർണതയുള്ള മനുഷ്യൻ. ആ മനുഷ്യനിൽ ഈ 4 ക്വാളിറ്റികൾ, ഈ 4 ക്വാളിറ്റി വെളിപ്പെടണം. അവന്റെ മേൽ പിതാവ് വസിക്കണം, അവന്റെ മേൽ അത്ഭുത മന്ത്രിയായി വസിക്കണം, അവന്റെ മേൽ സമാധാനത്തിന്റെ നിറമുണ്ടാകണം. എന്റെ സമാധാനം നിനക്ക് ഞാൻ തന്നേച്ചുകൊണ്ടു. ഇത് ലോകം തരുന്ന സമാധാനമല്ല, സ്വർഗം തരുന്ന സമാധാനം. ഹല്ലേലൂയ. വീട്ടിൽ നടന്ന ചില കയ്യോട് വെളിച്ചമുണ്ടെങ്കിൽ അത് ശോഭിച്ചുവെങ്കിൽ ഇത് പറഞ്ഞ നിർത്തുക. നമ്മുടെ അകത്ത് വെളിപ്പെട്ടിരിക്കുന്ന കർത്താവ് സമാധാനം പുറത്തു. നമ്മുടെ അകത്ത് വെളിപ്പെട്ടിരിക്കുന്ന കർത്താവ് നിത്യപിതാവ്. നമ്മുടെ അകത്ത് വെളിപ്പെട്ടിരിക്കുന്ന കർത്താവ് അത്ഭുത മന്ത്രി, വീരനാം ദൈവം. ഈ തികവിലേക്ക് നമ്മെ നടത്തുന്നത് മനുഷ്യരാണ്. ഈ പറയാം നിസ്സാരനാണോ? ആണോ ടാക്സി? ആണോ ഈ സ്വസ്ഥതയെ അനുഭവിക്കണോ? നാളെ നിസ്സാരയാണോ? ആണോ? 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 തിരുവനന്തപുരത്ത് ആണോ വികസിക്കുന്നത്? ഇങ്ങനെ പോയാൽ മതിയോ? കർത്താവിന്റെ ജനം നടക്കണ്ടേ? കർത്താവിന്റെ കൂടെ നടക്കണ്ടേ? ഈ അത്ഭുതത്തെ കണ്ടേ? അതെ, എല്ലാ